തന്നെയാണ്. മൗലിദാഘോഷം ഇന്ന് കേരളത്തിലും പുറമേക്ക് കണ്ടുവരുന്നത് മൗലിദ് ചൊല്ലുക എന്നുള്ളതാണ്. റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ റസൂലുള്ള സുന്നത്താക്കി പഠിപ്പിച്ചത് ഇമാം മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്നത് തിങ്കളാഴ്ച ദിവസത്തെ സുന്നത്ത് നോമ്പിനെ പറ്റി ചോദിച്ചപ്പോൾ അന്ന് ഞാൻ പ്രസവിക്കപ്പെട്ട ദിവസമാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ വിലാദത്തില് നോമ്പ് നോൽക്കുക എന്നതല്ലാതെ ഇന്നീ നടക്കുന്നത് പോലെ ഒരുപാട് ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി വഴിതടസ്സങ്ങൾ സൃഷ്ടിച്ച് റാലിയും ജനങ്ങൾക്ക് ഉപകാരം എന്നുള്ള നിലയ്ക്ക് നടത്തുന്നത് ഉപദ്രവമാകുന്ന കോലത്തിലാണ് ഇന്ന് നിങ്ങളുടെ ഈ ഒരു ജന്മദിനാഘോഷമുള്ളത്. ഇത് ഇസ്ലാം പഠിപ്പിച്ച ആശയത്തിന് എതിരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലിപ്പോ ഏതാ ചോദ്യം എന്ന് മനസ്സിലായിട്ടില്ല. ഒരു വിശദീകരണം പറഞ്ഞു എന്നല്ലാതെ ചോദ്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്നാൽ ഒരു കാര്യം ഏതായാലും പറയാം. മുജാഹിദുകൾക്കിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കൽ മാത്രമേ പ്രശ്നമുള്ളൂ. കിണറിൽ വെള്ളം കണ്ടാ സന്തോഷം പ്രകടിപ്പിക്കാം. കണ്ടില്ലേ, ഇത് 2009 മാർച്ച് 27 വിചിന്തനം. കിണറിൽ വെള്ളം കണ്ടാലുള്ള സന്തോഷ പ്രകടനം. ചോദ്യം: കിണറ്റിൽ വെള്ളം കാണുകയും വീട് നിർമ്മിക്കാൻ കഴിയുകയും ചെയ്ത സന്തോഷത്തിൽ ഒരാൾ മധുരപാനീയമോ ഭക്ഷണമോ വിതരണം ചെയ്യുന്നതിൽ വിരോധമുണ്ടോ? മറുപടി: അതെല്ലാം ഇസ്ലാം വിലക്കിയിട്ടില്ലാത്ത സന്തോഷ പ്രകടനങ്ങളിൽ ഉൾപ്പെടുത്താം. ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് കിണറുകൾ ധാരാളം കുഴിച്ചിട്ടുണ്ടല്ലോ. എന്ത് സന്തോഷ പ്രകടനമാണ് അവിടുന്ന് നടത്തിയത്? കഴിഞ്ഞില്ല. പരീക്ഷയിൽ ജയിക്കുക, ഉദ്യോഗം ലഭിക്കുക, പ്രമോഷൻ ലഭിക്കുക തുടങ്ങിയ അവസരങ്ങളിലെല്ലാം പാർട്ടി നൽകാൻ തോന്നുക മനുഷ്യ സഹജമാണ്. അതിലൊന്നും വിരോധമില്ല. ഉദ്യോഗം ലഭിച്ചപ്പോ സന്തോഷ പ്രകടനം പറ്റുമെന്നും അതിൽ വിരോധമില്ലെന്നും പറയുന്നവർ അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചപ്പോ ജനിച്ചതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നത് ബിദ്അത്താണെന്നും ശിർക്കാണെന്നും പറയുന്നു. ഇതിന്റെ വൈപരീത്യം എത്രത്തോളമുണ്ട്? ഇതെന്താ അറിയോ? അധിക ആൾക്കാർ മാഷുമാരായിരിക്കും. മാഷുമാർക്ക് ഇടക്കിടക്ക് പാർട്ടി ഉണ്ടാകും. ആ പാർട്ടി എങ്ങാനും ബിദ്അത്താണെന്ന് പറഞ്ഞാൽ പിന്നെ ആ മാഷിനെ അടുത്ത് സ്കൂളിലേക്ക് പോകാൻ പറ്റൂല. കാരണം ഒന്നാമത് അന്നം മുടങ്ങും, രണ്ടാമത് പിന്നെ ഇവർക്ക് ഇതിന്റെ ഉത്തരവും പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് മാഷുമാരും മുൻഷിമാരും ജീവിക്കുന്ന കാലത്തോളം അത് ബിദ്അത്താണെന്ന് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് സ്വന്തം അന്നം മുടങ്ങുമെന്ന് തോന്നിയപ്പോ അത് കുഴപ്പമില്ല. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ ജനിച്ചതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ചാൽ അത് കുഴപ്പമാണ്. എന്താ തെളിവ്? തെളിവ് ഞാൻ പറഞ്ഞല്ലോ എന്റെ വിഷയാവതരണത്തിൽ. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു. ഒരു കാര്യം ഞാൻ ഏതായാലും തീർത്തു പറയാം. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരു രേഖയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? കിണറിൽ വെള്ളം കണ്ടതിന്റെ പേരിൽ പിന്നെ ആളുകൾക്ക് വഴിതടസ്സമുണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത്. ആളുകൾക്ക് വഴിതടസ്സമുണ്ടാക്കുന്നത് നബിദിന ഘോഷയാത്രകളിൽ മാത്രമല്ല, മറിച്ച് പിലാത്ര സമ്മേളനങ്ങളിലും ചങ്ങരംകുളം സമ്മേളനത്തിലും പനമരം സമ്മേളനങ്ങളിലും തുടർന്നുണ്ടായ മുഴുവൻ സമ്മേളനങ്ങളിലും ആളുകൾക്ക് വഴിതടസ്സമുണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പറ്റുമെങ്കിൽ ഇവിടെയും പറ്റും എന്ന് പറഞ്ഞാൽ മുജാഹിദുകളോട് പറയാൻ വേണ്ടി പറയുകയാണ്. അല്ലാതെ ജനങ്ങൾക്ക് വഴിതടസ്സമുണ്ടാക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊക്കെ അറിയുന്നതാണ്. അവർക്ക് അവിടെ കുഴപ്പമില്ല, പിന്നെ നബിദിനത്തിലാണെങ്കിൽ കുഴപ്പം. അങ്ങനെ രണ്ട് വിധി എവിടെ നിന്നാണ് കിട്ടിയത് എന്നും ഇവർ പറയേണ്ടതുണ്ട്. എല്ലാ ദിവസങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതിൽ സന്തോഷിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്നാൽ മുജാഹിദുകൾ പറയുന്നതോ അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്ന അവസരങ്ങൾ ഇല്ലാതാക്കണമെന്നാണ്. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്നൊരു മൗലവി പ്രസംഗിച്ചുവെന്ന്. അതിന്റെ നേർക്കാഴ്ച നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കും. മദ്ഹ് പറയുക, അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയണമെന്ന് വിശുദ്ധ ഖുർആനിൽ എവിടെയുമില്ല എന്ന് ഒരു മൗലവി പ്രസംഗിക്കുന്നത് നമുക്ക് കാണാം. മദ്ഹ് പറയാനല്ല അള്ളാഹ് പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത്. കേട്ടോ, ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായി തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടു കൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞു നിങ്ങളൊന്നും ഖുർആനിൽ ഒരിടത്തിലില്ല. വെറുതെ പറയാം, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം
ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സും നിങ്ങൾ ഈ ഇടിയങ്ങരയിൽ വെച്ച് തന്നെ ഒരു സദസ്സ് സംഘടിപ്പിക്കൂ മുജാഹിദുകളെ. വിഷയം എന്തായിരിക്കട്ടെ? ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ഇല്ലാന്ന് മുജാഹിദ്, ഉണ്ട് എന്ന് സുന്നികൾ. ഡസൻ കണക്കിനായിട്ട് ഞങ്ങൾ ഓതിത്തരും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, സയ്യിദുനാ റസൂലുള്ളാഹി, ത്വാഹ റസൂലുള്ളാഹി, മുഴുവൻ സ്ഥലത്തും അല്ലാഹുവിന്റെ ഖുർആൻ മധു പറഞ്ഞ നബിതങ്ങൾ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇമാം ബുഖാരി അതിന്റെ അർത്ഥം പറഞ്ഞത് സഹീഹുൽ ബുഖാരിയുടെ കിതാബു തഫ്സീർ എടുത്തു നോക്ക്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണമെന്നാണ് ഈ ആയത്ത് തന്നെ ഇമാം ബുഖാരി വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയണം എന്ന് ഖുർആനിൽ ഒരിടത്തുമില്ല എന്ന് മൗലവി പ്രസംഗിക്കണമെങ്കിൽ അയാൾ എത്ര വലിയ വിഡ്ഢിയാവണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.